ഹലോ. അപ്പോൾ നമ്മളിന്ന് ചന്ത കറങ്ങിയിട്ട് വരാൻ പോകുന്നുള്ളതാണ്. അമ്പലത്തിൻ്റെ ആ പരിസരത്തൊക്കെ ഫുള്ള് ചന്തയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവളുള്ളത് കൊണ്ട് രാത്രിയൊന്നും അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ പകൽ സമയത്തൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ അവിടെ എത്തി. അവിടെ അങ്ങനെ നല്ലോണം ആളൊന്നും ഉണ്ടായിട്ടില്ല. ആൾക്കാർ വരുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ പോകുമ്പോൾ ഒരു ഉച്ച ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ പോയത്. ഇവക്കാണെങ്കിൽ എന്താ ഇവിടെ എത്രയൊക്കെ സാധനം കാണാനുണ്ടെങ്കിലും ഓൾക്ക് എൻ്റെ മാല മാത്രം മതി. പിന്നെ എന്താ നമ്മൾ ഷാലുവിനെ കണ്ടു കരിമ്പിൻ്റെ ജ്യൂസ് കുടിക്കുന്നുണ്ടായത്. പിന്നെ അവിടെ കുറച്ച് കറങ്ങിയിട്ട് നമ്മൾ നേരെ മാമീൻ്റെ വീട്ടിലോട്ട് വന്നു. ഇവയ്ക്ക് ഞാൻ ഈ ഒരു കളിപ്പാട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അത് നോക്കുന്നുള്ളതാണ്. കുറച്ച് സമയം മാത്രമേ ഓളിങ്ങനെ അത് കിടന്നിട്ട് നോക്കിയിട്ടുള്ളൂ. ബാക്കി സമയത്തൊക്കെ അതിനെ ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ടായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെയും മുകളിലോട്ട് വന്നു. അപ്പം എന്താ എത്ര കറങ്ങിയാലും മതിയാവുന്നില്ല. പിന്നെ പപ്പ പിന്നെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു, കുട്ടനും അവരൊക്കെ. പിന്നെ കുറേ എന്തൊക്കെയോ വാങ്ങണം എന്നൊക്കെ തോന്നുന്നുണ്ടായത് കുഞ്ഞിക്ക്. പിന്നെ എവിടെ ഉത്സവം ഉണ്ടെങ്കിലും ഈ ഒരു സാധനം മെയിനാണ്. അപ്പം ഞാൻ ഇതിനെ ചരുമുരി എന്ന് പറയും. നമ്മളിവിടെ അങ്ങനെയാണ് പറയാറ്. ഇപ്പോൾ ഈ വീഡിയോസ് പുറത്തത്തെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇത് എങ്ങനെയാണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. മാങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല സ്പൈസിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഇതൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല അങ്ങനെ. പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് അങ്ങനെ വാങ്ങാൻ ശരിയായിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പം ഞാൻ കുഞ്ഞിനെ പപ്പൻ്റെ കയ്യിലൊക്കെ കൊടുത്തിട്ടാണ് ഇത് വാങ്ങുന്നുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ തിരിച്ചു പോകുന്നുള്ളതാണ്. ആ ചരുമുരിയൊക്കെ ഞാൻ മാത്രമേ കഴിക്കാറുള്ളൂ. പപ്പയും അമ്മയും അവരാരും അതൊന്നും കഴിക്കാറില്ല. ഉച്ചയ്ക്ക് വന്നിട്ടിതാ കുറേ ഇഷ്ടമായപ്പാടാണ് തിരിച്ചു വരുന്നുള്ളത്. പക്ഷെ അങ്ങനെ കുറേ ഒന്നും പോയിട്ടില്ല. ഇപ്രാവശ്യം നമ്മൾ എക്സ്പോൻ്റെ അവിടെ ഒന്നും പോയിട്ടില്ല. പിന്നെ വീട്ടിലെത്തി, അത്രയേ ഉള്ളൂ. ബായ്.